അപ്പോൾ ഇത് നമ്മുടെ ഹാഫ് ക്ലച്ച്, നമ്മൾ സ്പീഡ് ക്ലച്ചിലൂടെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ഈ നമ്മൾ പഠിച്ചതുപോലെ 3 എന്ന് പറയുന്ന സാങ്കല്പിക നമ്പറിൽ നിന്ന് ഉയരാതെ 3-ൽ നിന്ന് 1 പോയിൻ്റ് ചവിട്ടിയും 3-ൽ നിന്ന് 2.9 2.9-ൽ നിന്ന് 3 കൊണ്ടുവന്നും ക്ലച്ചിൻ്റെ ഫസ്റ്റ് ലെവലിൽ വാഹനത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എക്സസൈസാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ ദിവസമായ ഒരു കുട്ടിക്ക് നമ്മൾ ക്ലച്ച് കൊടുത്തു. അപ്പോൾ ക്ലച്ചിൻ്റെ ഒരു കൺട്രോൾ സിസ്റ്റമാണ് ആൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വേണ്ട നിർദ്ദേശങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. സൈഡ് മിറർ കമ്പി കഴിയണം. സാവധാനം. യെസ്, തിരിക്കാം. ക്ലച്ച് ചവിട്ടി. വെരി ഗുഡ്, കറക്റ്റ്. അപ്പം നമ്മൾ പറയുന്ന പോയിൻ്റ് എത്തിയപ്പോൾ മുഴുവൻ തിരിച്ചു. സ്പീഡ് കൂടരുതേ. ഇനി അടുത്തത് ബോഡിയെ ലെവൽ ചെയ്യുന്ന ഒരു ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബോഡി ലെവലാണോ എന്നറിയുന്നത് റോഡിലോട്ട് നമ്മൾ നേരെ മുൻപിലോട്ടാണ് നോക്കുന്നത്. ശ്രീഹരി നേരെ ഫ്രണ്ടിലോട്ട് നോക്കിക്കോണേ. ബോഡി ലെവലാകുമ്പോൾ വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശ്രീഹരിക്ക് അത് ഐഡിയ കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ബോഡി ലെവലാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. യെസ്, കറക്റ്റ്. ബോഡി ലെവലാകുമ്പോൾ 2 റൗണ്ട് തിരിക്കണം. വെരി ഗുഡ്, കറക്റ്റ്. ഇനി വീണ്ടും സൈഡ് മിറർ കമ്പി കഴിയുമ്പോൾ റൈറ്റ്. പയ്യെ സൈഡ് മിറർ നോക്കണം. അപ്പോൾ ഫ്രണ്ടിലോട്ട് നോക്കണം, സൈഡ് മിറർ നോക്കണം, കമ്പിയെ നോക്കണം. കഴിഞ്ഞു. യെസ്, ഫുള്ള് തിരിക്കൂ മുഴുവൻ. അപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴെല്ലാം ക്ലച്ച് ചവിട്ടി മാത്രമേ തിരിക്കാൻ പാടുള്ളൂ. അപ്പോഴേ വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ആവുകയുള്ളൂ. സ്പീഡ് കൂടുന്നു. അപ്പോൾ ക്ലച്ച് എടുത്ത് അല്പം കൂടി പോയി. ഞാൻ 3 പോയിൻ്റ് സംതിങ് കഴിഞ്ഞു പോയി കേട്ടോ. വരട്ടെ. ഇനി അടുത്ത കമ്പിക്കിപ്പുറം ബോഡി ലെവലാവണം. സ്പീഡ് കൂടുന്നു. കറക്റ്റ്. വരട്ടെ. പയ്യെ വരട്ടെ. മുൻപിലോട്ട് നോക്കണം. ബോഡി ലെവലായിട്ടില്ല. വീണ്ടും വരട്ടെ. ബോഡി ലെവലാകുമ്പോൾ ക്ലച്ച് ചവിട്ടണേ. സ്പീഡ് കൂടുന്നു. ആയിട്ടില്ല. ഒരു സ്റ്റേജ് കൂടെ ഉണ്ട്. സ്പീഡ് കൂടുന്നു. ആ ചവിട്ടുന്ന കൂടുമ്പോഴാണ് വണ്ടി പുറകോട്ട് ഇറങ്ങുന്നത്. വരട്ടെ. അപ്പോൾ 2.8 പോകാതെ 9-ൽ നിർത്തിക്കഴിഞ്ഞാൽ വണ്ടി മുമ്പിലോട്ടും പുറകോട്ടും പോകാതെ നിൽക്കും. അല്പം കൂടെ. അല്ല, ക്ലച്ച് കറക്റ്റ് ആവുന്നില്ല. റിട്ടേൺ ക്ലച്ച്. വെരി ഗുഡ്, കറക്റ്റ്. ഓക്കെ. അത് നേരത്തെ സംഭവിച്ച പോലെ വണ്ടി പുറകോട്ട് മുമ്പോട്ട് പോകാതെ ചവിട്ടുന്ന കൂടി പോയിട്ടാണേ. ശരി, പോട്ട്. അപ്പോഴിനി ഞാൻ പറയാതെ ഒരു റൗണ്ട് കറക്കി കൊണ്ടുവരാൻ പറ്റുമോ? ഓക്കെ. അപ്പോൾ ഞാൻ പറയൂലേ, കൺട്രോൾ പോയാൽ അപ്പോഴും ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്തോണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോ കുട്ടികളും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ചില കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ആ 3ാമത്തെ ദിവസം തന്നെ തനിച്ച് ഇതുപോലെ റൗണ്ട് ചെയ്ത് ഓടിക്കാൻ പറ്റും. ചിലർക്കത് കഴിയില്ല. അപ്പോൾ കഴിയാത്ത കുട്ടികൾ വീണ്ടും പ്രാക്ടീസ് ആവുക. കാരണം അവരുടെ കാലിൽ ആ ഒരു ക്ലച്ച് കൺട്രോളും അതുപോലെ ബോഡി ലെവലാവുമ്പോൾ സ്റ്റിയറിംഗ് തിരിച്ചിരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു രീതിയിലോട്ട് അവർ മാറുമ്പോഴാണ് ഇത്തരം എക്സസൈസുകൾ തനിച്ച് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠനത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെ എല്ലാം ചെയ്ത് മാത്രമേ നമ്മൾ നന്നായി വാഹനം ഓടിക്കുന്ന ഒരു സ്റ്റേജിലെത്തുള്ളൂ. ഫുള്ള് തിരിക്കാം. സ്റ്റോപ്പ്. ക്ലച്ച് ചവിട്ടി ബ്രേക്ക്. കണ്ട അവിടെ സംഭവിച്ച കുഴപ്പം എന്താണെന്നറിയാമോ? ക്ലച്ച് ചവിട്ടാതെ വണ്ടി എന്ത് ചെയ്ത് കളഞ്ഞു? സ്റ്റിയറിംഗ് തിരിച്ചു. നമ്മൾ ആ സ്റ്റേജിലോട്ട് എത്തിയില്ല. അപ്പോൾ ഇപ്പോഴെല്ലാം നമ്മൾ നിർത്തി തിരിക്കാനേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇന്ന് ക്ലച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത സ്റ്റേജാണ് നമ്മൾ റണ്ണിങ്ങിൽ തിരിക്കുന്നത്. പിടികിട്ടിയ? അപ്പോൾ ശ്രദ്ധിച്ചോണേ. ശരി, എടുത്തോ. അവിടെ കിണറിൽ തട്ടാൻ സാധ്യതയുണ്ടോ? ലെഫ്റ്റ് സൈഡ് നോക്കൂ. ലെഫ്റ്റ് സൈഡ് പയ്യെ കൊണ്ടുവരൂ. ലെഫ്റ്റ് സൈഡ് നോക്കി കൊണ്ടുവരൂ. സ്പീഡ് കൂടുന്നു. കറക്റ്റ്. കാരണം അത്രയും ചവിട്ടരുത്. അത്രയും ചവിട്ടുമ്പോൾ വണ്ടി പുറകോട്ട് ഇറങ്ങുന്നത്. കറക്റ്റ്. വെരി ഗുഡ്. വരട്ടെ. സ്പീഡ് കൂടുന്നു. മുൻപിലോട്ട് നോക്കണേ. ബോഡി ലെവലാകുമ്പോൾ ഞാൻ പറയും. വരട്ടെ.